സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോഴിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് വളരെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്നലെ നമ്മളെല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. നിരന്തരം ചർച്ച ഒരു സമരത്തിൽ ഏറ്റവും ശക്തമായിട്ട് വന്നത് ഗാന്ധി നയിച്ച ചേരി ചേര പ്രസ്ഥാനമാണ്. നോൺ വയലൻസ് ആണ്. ചില കാര്യങ്ങളോട് മുഖം ധരിച്ചു നിൽക്കാനായിട്ട് ജനത്തെ പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഇന്ന് നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ചില നിയമ സംവിധാനങ്ങളോട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം വഹിക്കുന്ന വിഭാഗത്തോട് നമ്മൾ ഒരുമിച്ച് നിന്ന് അവരുടെ പോളിസികളോട് മറുതലിച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചെറിയ അനുശോചന വാക്കുകളൊക്കെ പറഞ്ഞ് ചില ആനുകൂല്യങ്ങൾക്ക് പ്രഖ്യാപിച്ച് ആ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു കഥ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വലിയൊരു മഴക്കാലത്ത് വനത്തിലെ ഏതോ ഒരു വലിയ വൻമരം അത് കടപുഴകി നദിയിലൂടെ ഒഴുകി വരികയാണ്. അത് ഒഴുകി വരുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചപ്പോൾ അതിൽ കുറേയധികം കുരങ്ങന്മാർ ഇരിക്കുന്നത് കാണാം. ഈ ഒഴുക്കിനിടയിൽ ഇത് കുത്തിയൊലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ കുരങ്ങൻ ആ ചില്ലയിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അന്നേരത്തേനും മറ്റു കുരങ്ങന്മാരെല്ലാവരും വളരെ ശാന്തമായിട്ട് പെട്ടെന്ന് പേടിച്ച് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം മറന്നു കഴിഞ്ഞിട്ട് വീണ്ടും കുരങ്ങന്മാർ ചാട്ടവും മറിച്ചിലും ഒക്കെ ആയിട്ട് ഒഴുകുന്ന മരത്തേലെ ഇങ്ങനെ പോവുകയാണ്. കുറച്ചു നേരം ഒഴുകി കഴിഞ്ഞ് ഏതെങ്കിലും കുത്തൊഴുക്കിൽ പെടുമ്പോൾ വീണ്ടും മറ്റൊരു കുരങ്ങൻ താഴ്ത്തും. അന്നേരം ബാക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ സമരപരിപാടികൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുകയുള്ളൂ. നമ്മുടെ സമരപരിപാടികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. വയനാട്ടിലേക്ക് പോകുവാനായിട്ട് ഇപ്പോഴും മന്ത്രിമാർക്ക് ഭയമായി തുടങ്ങിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോകാനായിട്ടും ഭയമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും ഒന്നിച്ചു കൂടാൻ തുടങ്ങി. അവരുടെ രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് ആ നാടിൻ്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ നാടിൻ്റെ പ്രശ്നത്തിന് വേണ്ടി ഒരുമിച്ച് ഒറ്റ ജനതയായിട്ട് നിൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും ഒരുപോലെ നിന്ന് ഒരുമിച്ച് നിന്ന് തടയുവാനായിട്ടും അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവാനായിട്ടും അവർ പഠിച്ചു തുടങ്ങി. ആ ഒരു ശീലം നമ്മുടെ ഈ ഒരു ഭൂപ്രദേശത്ത് വളരെ പ്രത്യേകമായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ പ്രത്യേകതയുള്ളൊരു പ്രദേശമാണ് നമ്മുടെ കോഴിക്കോട് പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള സകല ജനങ്ങളും ഒരേ ചരടിൽ കോർത്ത മണികൾ പോലെ, മുത്തുമണികൾ പോലെ, ഒരൊറ്റ മാല പോലെ നിൽക്കുവാനായിട്ട് എന്ന് പഠിക്കുന്നുവോ അന്ന് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തും. എന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുവാനായിട്ട് തുടങ്ങുന്നു, അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നത്തെ ഈ തുടക്കം മറ്റൊരു അപകടത്തിൽ കാത്തിരുന്നിട്ട് അന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയായി മാറാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഞ്ചായത്ത് തലത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയാവണം. അതിനുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധ പരിപാടികൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പൊ ഇതുപോലെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ സമരങ്ങളും റോഡ് തടയലും സ്തംഭിപ്പിക്കലുകളും ശവം വെച്ചുള്ള വിലവേശലും ഒക്കെ നടക്കുന്നത് കൊണ്ട് കുറേ പൈസയെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. ഈ 10 ലക്ഷം രൂപ മതിയോ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ? അതാ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, 500 പേർക്ക് മരിക്കാനുള്ള പൈസ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന്. ആകെ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവികളുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ് നഷ്ടപരിഹാര തുകയായ 50 കോടി രൂപ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ. കാർഷിക മേഖല മാത്രം ഇതിനൊന്നും ഒരു മനുഷ്യന്റെ പ്രയത്നമല്ലാതെ മറ്റൊരു പരിഹാരമില്ലാതെ നിലനിൽക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ തൊഴിൽ മേഖലകളും യന്ത്രങ്ങൾ കൈയടക്കിയാൽ കൃഷിഭൂമി മാത്രം മനുഷ്യന് വേണ്ടി അവശേഷിക്കും. അവനുള്ള അന്നം ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ ഭൂമിയിൽ നമുക്ക് പണി ചെയ്യണം. അതിന് നമുക്ക് ദൈവം തന്ന വരദാനമാണ് ഈ വനത്താൽ ചുറ്റപ്പെട്ട പരിസ്ഥിതി. Finish
പ്രതിഷേധം 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 കർഷക മക്കളുടെ പ്രതിഷേധം കർഷക മക്കളുടെ പ്രതിഷേധം കർഷക മക്കളുടെ പ്രതിഷേധം കർഷക മക്കളുടെ പ്രതിഷേധം സൂചനയാണ് സൂചനയാണ് ഇന്നീ സമരം സൂചനയാണ് അധികാരികളെ കണ്ടോളും അധികാരികളെ കേട്ടോളും സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഒരു തോടിൻ ശബ്ദമിതോ കർഷക മക്കളുടെ ശബ്ദമിതോ അധികാരികളെ കേട്ടോളൂ ഫോറസ്റ്റുകാരെ കേട്ടോളൂ ഫോറസ്റ്റുകാരെ കേട്ടോളൂ എനിക്കാണ് ജീവിക്കാൻ ജീവിക്കാനാണ് ഈ സമരം ജീവിക്കാനാണ് ഈ സമരം സൂചന 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 മാത്രം സൂചന മാത്രം ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും രൂപം മാറും ഭാവം മാറും രൂപം മാറും ഭാവം മാറും ഭരണം ഞങ്ങൾ പറയുന്നതാരെന്നറിയാം